ഒന്നങ്ങോട്ട് മാറി നടക്കേ. ആ പൂട്. മൊയ്തുക്ക, ഇന്ന് മുല്ലപ്പൂന് വലിയ വിലയാ. തന്നോട് ആരെങ്കിലും വില ചോദിച്ചാ? പവന്റെ വിലയായാലും ഞമ്മക്ക് പതിവായിട്ട് പൂവായിരുന്നു. മൊയ്തുക്ക എന്ന് ഈ പൂ വാങ്ങുന്നത് ആർക്ക് കൊടുക്കാനാ? ഞമ്മക്കൊരു പെങ്ങളുണ്ട്. മുല്ലപ്പൂന്ന് വെച്ചാ പ്രാണന്. ഒരു കാര്യം ചോദിച്ചാ മൊയ്തുക്ക കോപിക്കൂ? അത് ചോദ്യം കേട്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. മോൻ വലിയ ഡോക്ടറായി ഇങ്ങനെ കാറിൽ ചുറ്റുമ്പോ നിങ്ങൾ എന്തിനാ ഈ വെയിലും കൊണ്ട് സൈക്കിൾ ചവിട്ടുന്നത്? അതാണ് ആ കാര്യം. അവന് കാറിൽ നടക്കാനുള്ള യോഗ്യതയുണ്ട്. ഡോക്ടർ ബഷീർ പണമുള്ള ചമ്പക്കുത്തക്കാരൻ മൊയ്തുവിന്റെ മോനാണ്. നമ്മള് തെരുവ് തോറും പകരം കുത്തി ചുറ്റിയാണെന്ന പരീതിന്റെ മോനാണ്. നമ്മക്ക് സൈക്കിൾ നടക്കാനുള്ള യോഗ്യതയുള്ളൂ. നീ ഇത്ര ചെറുപ്പത്തിലെ കള്ളുപിടിച്ച് നശിക്കണ്ട. പിന്നെ നീ ആ പപ്പുവിന്റെ ചാരായ ഷാപ്പിൽ പോയി ഒരു 150 മില്ലി വാങ്ങിച്ചടിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. മൊയ്തുക്ക വന്ന് ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴേ അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? മുല്ലപ്പൂവിന്റെ പണം കൊണ്ട്. ഇതാ ഇത് ജഡ്ജി അദ്ദേഹത്തിന് ചെമ്മീൻ. ശങ്കരാ, ശങ്കരാ, എന്താ വിഷമേ? ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പാകത്തിന് എളുപ്പം ശരിയാക്കണം. അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. ജഡ്ജി അദ്ദേഹം മോളിലുണ്ടോ? ഇല്ല, കോടതിയില്. ഊണൊഴിക്കാൻ വരുന്നെന്ന് ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളെ മുടങ്ങാതെ നടക്കുന്നുള്ളൂ. ഒന്ന് പള്ളി പോണത്, രണ്ടാമത് ചങ്ങാതിയെ കാണുന്നത്. ഇവിടത്തെ ആളിന് മൊയ്തുക്കയെ കാണാതെ ഉറങ്ങാൻ കഴിയില്ല. കൊച്ചുനാള് മുതൽക്ക് നമ്മളും ദേവന് വളർന്ന അങ്ങനെ അവങ്ങളെ. അടുക്കളയിൽ ആരും ഇല്ല മൊയ്തുക്ക. അതിനെന്ത്, നമ്മൾ വരാം. എന്നാ വാ. രാജന്റെ കാര്യത്തില് പെങ്ങളെ വിശ്വസിക്കണ്ട. അവ ഇവിടെ കയറുന്നില്ലെങ്കിലും നമ്മളവിടെ തന്നെ ഉണ്ട്. എന്നാലും മൊയ്തുക്ക, പെറ്റമ്മയായ എന്റെ മനസമാധാനത്തിനെങ്കിലും അവൻ ഇങ്ങോട്ട് വന്നൂടെ? ദേവൻ നേരിട്ട് വന്ന് വിളിക്കാതെ അവൻ ഇങ്ങോട്ട് വരുമെന്ന് ഞമ്മക്ക് തോന്നി. അച്ഛനും മോനും തമ്മിലുള്ള വൈരാഗ്യം ഏത് കുടുംബത്തിലുണ്ടായാലും അതൊരു ശാപമാണ് മൊയ്തുക്ക. എന്ന് പിണങ്ങിരിക്കാനാണ് പോണത്. ഒരു ദിവസം അവന്റെ അച്ഛൻ തന്നെ ചെന്ന് രാജനവിടെ വിളിച്ചോണ്ട് വരും. ശാരദേ, ശാരദേ. അദ്ദേഹം വന്നു മൊയ്തുക്ക. നമസ്കാരം ശാരദമ്മേ. നമസ്കാരം. മറ്റൊരു പെരുന്നാട് കൂടി അടുക്കളയിൽ ഇരിപ്പുണ്ട്. ആരാ അത് ചോദിക്കണോ? പുറത്ത് സൈക്കിൾ ഇടിക്കുന്നത് നീ കണ്ടില്ലേ? ജഡ്ജി സാറേ, ഞമ്മളൊക്കെ ഈ വീട്ടിൽ വരുന്നത് വിരുന്നുകാരായിട്ടല്ല. ഒന്ന് നിർത്തട. പലപ്പോഴും നീ എന്നെ കയറി സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നെ കാണുമ്പോ ഒരു ഏമാൻ വിളി. അതിലെന്താണ് ഇപ്പൊ ഇത്ര വലിയ തെറ്റ്? ഞമ്മളൊക്കെ പഴയ കൂട്ടുകാരാണെന്ന് വെച്ച് ഇപ്പോഴും ഇടാപാടാന്ന് വിളിക്കാനുള്ള മര്യാദയായിട്ട് ഞമ്മക്കില്ല. എടാ നോക്ക്, ഞാൻ ജഡ്ജും ഇവൻ DSP ഒക്കെ ആണെങ്കിലും നിനക്കെന്നും പഴയ ദേവനും ഖാദറും തന്നെയാണ്. ബാക്കി നമുക്ക് ഊണ് കഴിച്ചിട്ട് സംസാരിക്കാം. ശരി, വാ. പപ്പടം തിന്നു. പപ്പടം. എന്റെ പൊന്നു പെങ്ങളെ, ഈ കുന്ത്രാനെ കൊണ്ട് കുത്തി തിന്നാൻ നമ്മ കൊണ്ട് കഴിയും. മൊയ്തുക്കയുടെ ഇഷ്ടം പോലെ കഴിക്കരുതോ? പപ്പടം. പണ്ട്
പണ്ട് നമ്മൾ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതും മൊയ്ത് പഠിപ്പുറത്ത് പോയതുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. നമ്മളെ പഠിപ്പിക്കാൻ നമ്മളെ പാപ്പാക്ക് കഴിവില്ലായിരുന്നു. അതിന്റെ മനോവിഷമം തീർന്നത് നമ്മുടെ മോൻ ഡോക്ടറായപ്പോഴാണ്. അവൻ ആശയമുണ്ടെങ്കിൽ നമ്മളെ വെളിനാട്ടിലേക്കും പഠിപ്പിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരെക്കാൾ മൊയ്തു ഭാഗ്യവാനല്ലേ? എല്ലാം പടച്ചോന്റെ കാരുണ്യം കൊണ്ട് നടക്കണം. ഈ ചെമ്മടെ കൂടെ നിനക്ക് നാണമാവില്ലേ? മൊയ്ത് അത് കണ്ടോ? വേലു വേലു എന്താ ഇത്? ഈ വയസ്സിനെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എന്തിനാ അവര് വലിയത്? അന്ന് ലോറി തടഞ്ഞ് മീനിറക്കിയതിന്റെ വൈരാഗ്യം തീർത്തതാ. അതിനാ നാക്കിൽ പകരം വിട്ടിട്ട് നമ്മളിവിടല്ലേ? അതിന് കഴിയില്ലാത്തതുകൊണ്ട് അവരെന്നോട് തീർത്തത്. മോളെ ഈ വേലുവിനെ പെട്ടിക്കൊണ്ടുപോ, ബാക്കി നമ്മൾ നോക്കിക്കോളാം. രാജാ നീ വാ. മോൻ ചെയ്തതാണത്താണെങ്കിലും തല്ലുകൂടിയെന്ന് വീട്ടിലറിഞ്ഞ അവരെന്ത് വിചാരിക്കും? എനിക്ക് വീടില്ലല്ലോ. അങ്ങനെ പറയരുത്. നീ ഈ നാട്ടിലെ ഒരു വലിയ മനുഷ്യന്റെ ഒരേ ഒരു മോനാണ്. എന്തായാലും വീട്ടിൽ പോകന്നെ വേണം. മൊയ്തുക്കെ ഞാൻ എന്റെ അച്ഛനെ പോലെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. നീ പഠിപ്പുള്ളവനാണ്. ആ നിറഞ്ഞ വീട്ടില് നമ്മൾ കയറി ചെല്ലുമ്പോഴെല്ലാം നിന്റെ പേരിലാണ് ശാരിപ്പങ്ങളെ കണ്ണീരൊടുക്കുന്നത്. അവരെ ഇനിയും വേദനിപ്പിക്കുന്നത് ശരിയല്ല മോനെ. ഞാൻ മൊയ്തുക്കയുടെ വീട്ടിൽ കഴിയുന്നതിൽ മൊയ്തുക്കയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. രാജാ നീ നമ്മളെ പറഞ്ഞ് മടക്കി കളഞ്ഞില്ലേ? ബഷീറിനും നിനക്കും തമ്മില് നമ്മളൊരു വ്യത്യാസം കണ്ടിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മൾ പറയില്ല. മൊയ്തുക്ക ആ നീ ബാ.
എന്നിട്ട് എന്തുണ്ടായി ശങ്കര? മൊയ്തിക്ക വന്നതുകൊണ്ട് കൊലപാതകം നടന്നില്ല. ഈശ്വര, ഈ ഒരു മോൻ കാരണം ഞാൻ ഇനിയും തിന്നണു. അയ്യോ, അദ്ദേഹം അറിഞ്ഞ ശങ്കര, ഇതൊന്നും അദ്ദേഹം അറിയരുത്. ഇല്ല അച്ഛനെ. നിന്റെ മകന്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു പോയതിലാണ് നിനക്ക് വിഷമല്ലേ? അവൻ തല്ലുകൂടിയ വിവരം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അവൻ കാരണം എനിക്ക് തല നിവർത്തി നടക്കാൻ വ്യാത്ത് കയറി വന്നിരിക്കുകയാണ്. വീട്ടിലിരിക്കുന്ന ഞാൻ ഇതിനൊക്കെ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഒരു ചമ്പക്കച്ചവടക്കാരന്റെ മകനാണ് ബഷീർ. അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. അത് മൊയ്തുവിന്റെ ഭാഗ്യം. ഇവിടെ ജസ്റ്റിസ് ദേവരാജന്റെ മകൻ പേരെടുത്തുകൊണ്ടിരിക്കുകയാണ് തെരുവ് തണ്ടിയായിട്ട്. അവനെ ഞാൻ പോയി ക്ഷണിച്ചുകൊണ്ട് വരത്തിലാണ് നിനക്ക് പരാതി. ഞാൻ പറഞ്ഞു പോയതിന് മാപ്പ് തരണം. അവനെ കുറിച്ച് ഞാൻ ഇനി അങ്ങോട്ട് സംസാരിക്കുകയില്ല. എങ്ങനെയോ തൊലഞ്ഞു പോട്ടെ. എന്താ മോനെ? വാപ്പ, എനിക്ക് അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിന് ഒരു ചാൻസ് വന്നിട്ടുണ്ട്. വാപ്പയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് കരുതി. ഈ ദുനിയാവില് മോൻ എത്രയ്ക്ക് വലുതാവുന്നു അത്രയ്ക്കും ബാപ്പയ്ക്ക് സന്തോഷമുണ്ട്. എപ്പോഴാ പോകേണ്ടത്? യാത്ര 2-3 മാസം കഴിഞ്ഞേ ഉണ്ടാവൂ. പക്ഷെ അതിന്റെ എഴുത്തൂത്തുകൾ എപ്പോഴേ നടത്തണം. ഏത് നല്ല കാര്യവും എന്റെ ഉമ്മയോട് ചോദിച്ചിട്ടേ ബാപ്പ ചെയ്യാറുണ്ട്. മോൻ പോയി ഉമ്മയോട് ചോദിക്കും. ശരി. ഉമ്മ, വളരെ കഷ്ടപ്പെട്ടാണ് വാപ്പ എന്നെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചത്. എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് വാപ്പ ഇന്നും ജീവിക്കുന്നത്. എനിക്ക് അന്യനാട്ടിലേക്ക് പഠിക്കാൻ പോവാൻ വാപ്പ അനുവാദം തന്നു. ഉമ്മയും കൂടി എന്നെ അനുഗ്രഹിക്കണം. അല്ല, മോനെ രാജാ, നീ ഇപ്പൊ തന്നെ ചന്തയിലോട്ടിയല്ലേ? നമ്മൾ നിസ്കരിച്ചിട്ട് വന്നേക്കാം. ശരി. വേലുവിന് 2 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റൂ. അതുവരെ മീനിറക്കുന്നിടത്തും പണം പിരിക്കുന്നിടത്തും നീ എന്നെ നില്ലേ? എല്ലാം ഞാൻ ചെയ്തോളാം. അല്പം പോ. അതാ അമ്മ ഇവിടെ? നിന്നെ കാണാൻ വന്നത്. ഇതെന്താടേ ഇത്? ഒരു മുറിവ് പറ്റിയതാ. ഇത്രയൊക്കെ ആയിട്ടും വീട്ടിൽ വന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നിനക്ക് കഴിയില്ല അല്ലേ? അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. എനിക്ക് ചന്തയിലേക്ക് പോകണം. രാജാ, അച്ഛനമ്മമാരെ വിഷമിപ്പിക്കുന്നതിന് ഒരു അതിര് വേണം മോനെ. എന്നെ പറ്റി ആരും വിഷമിക്കണ്ട. വാ എന്റെ കൂടെ. ഞാനില്ല. രാജാ, രാജാ. അമ്മ എന്ത് ഇവിടെ നിന്ന് കളഞ്ഞത്? അവൻ പോന്ന് പോക്ക് മോൻ കണ്ടില്ലേ? എന്നോട് എത്ര നിർദ്ദയമായിട്ടാണ് സംസാരിച്ചെന്നറിയാമോ? അമ്മ വന്നാട്ടെ. മൊയ്തുക്ക എവിടെ മോനെ? വാപ്പ് നിസ്കരിക്കുക. മോൻ എനിക്ക് വേണ്ടിയെങ്കിലും രാജനെ ഒന്ന് പറഞ്ഞു തിരുത്തണം. അവൻ തെറ്റ് ചെയ്തെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. ബഷീർ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അങ്കിൾ രാജനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കോളേജിൽ നടന്ന സംഭവത്തിന്റെ പേരിലല്ലേ? അതെ മോനെ. അമ്മയോട് സത്യം തുറന്നു പറയാൻ എനിക്ക് മനസ്സാക്ഷി കുത്തുണ്ട്. എന്തിന്? സമരം നടക്കുന്നതിനിടയിലാണ് ലെക്ചററെ ആസിഡ് ബൾബ് എറിഞ്ഞത്. അതിന്റെ പേരിൽ
യൂണിയൻ സെക്രട്ടറിയായ എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ പ്രിൻസിപ്പൽ തീരുമാനമെടുത്തപ്പോൾ ഒന്നും അറിയാത്ത രാജൻ സ്വയം കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണോ? അതെ അമ്മേ. അന്ന് രാജൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാം ഞാനെന്ന് വിശ്വസിച്ചു കഴിയുന്ന എന്റെ വാപ്പയ്ക്ക് എന്നെ ഇന്നൊരു ഡോക്ടറെ കാണാൻ കഴിയുമായിരുന്നു. ബഷീർ, അമ്മ എന്നെ ക്ഷമിക്കണം. ഈ സത്യം ഇന്ന് വരെ ഞാൻ മറച്ചു വെച്ചത് വാപ്പയെ ഭയന്നാണ്. പക്ഷെ എനിക്ക് വേണ്ടി ഇനി രാജന്റെ ജീവിതം തകരാൻ പാടില്ല. ഇനി അവന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാജനെ വീട്ടിലേക്ക് വിളിപ്പിക്കാൻ വേണ്ടി ഞാൻ റസിയുടെ വാപ്പയെ കൊണ്ട് ഫോൺ ചെയ്യിക്കാം. അദ്ദേഹം പറഞ്ഞാൽ അങ്കിൾ നിരസിക്കില്ല. പ്രസാദം. ഒരു സ്നേഹം നിറഞ്ഞ അമ്മ മകന്റെ പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തി പ്രസാദം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അച്ഛനും മക്കളെ മറക്കാൻ കഴിയും, അമ്മയ്ക്ക് കഴിയില്ലല്ലോ. ഞാൻ മറക്കുകയല്ല, അവൻ എന്റെ മനസ്സിൽ നിന്നേ മാഞ്ഞു പോയിരിക്കുന്നു. അയ്യോ, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് അവൻ തെരുവ് തന്നെയാണെങ്കിലും ഞാൻ അവനെ പ്രസവിച്ച അമ്മയാണ്. യെസ്, ദേവരാജൻ ഹിയർ. ഞാൻ കാതറാണ്. കാതറാണോ? നമ്മുടെ എല്ലാം കുടുംബത്തിന്റെ അഭിമാനത്തെ ഓർത്തെങ്കിലും രാജനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോണം. വാട്ട് യു മീൻ? രാജനെ പറ്റി പോലീസ് സ്റ്റേഷൻ വരെ കംപ്ലൈന്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലോ? അതെ, അവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതൽ തെറ്റുകളിലേക്ക് തള്ളിവിടാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. മക്കളെ നന്നാക്കാൻ വേണ്ടി ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് ചിലതെല്ലാം സഹിക്കേണ്ടതായി വരും. അതിന് തയ്യാറില്ലെങ്കിൽ ഇന്നത്തേക്കാൾ ലജ്ജിക്കേണ്ട സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും അവനെ കാണേണ്ടി വരിക. നിന്റെ മകനെ ഓർത്ത് ഇനിയും രാപ്പകൽ ഇങ്ങനെ കണ്ണീരൊഴുക്കണ്ട. പോയി കുളിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം. നേരാണോ? ചെല്ല്. അയ്യോ, എന്നെ വിടിച്ചേട്ടാ. വിട്ടില്ലെങ്കിലും എന്നെ കളിയാക്കിയതിനുള്ള അനുഭവം അറിയാമല്ലോ. കളിയാക്കിയതല്ല, ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും എനിക്ക് സന്തോഷം തോന്നുന്നത് രാജേട്ടനെ കാണുമ്പോൾ മാത്രമാണ്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്. സാരമില്ല, ചേട്ടന് ഞാനുണ്ട്. ഇനി ഞാൻ പോയിക്കോട്ടെ. സഞ്ചിയിൽ എന്താ? കള്ള് അച്ഛന് വേണ്ടി വാങ്ങിയതാ. എന്നാ അച്ഛൻ കുടിക്കണ്ട കേട്ടോ. വേണ്ട ചേട്ടാ, ഇനി തരുന്നേ. മിണ്ടിപ്പോയത് അങ്ങോട്ട് ചേടി പറയുന്നത് അങ്ങോട്ട് കേക്ക്. ഞാനെന്ന് ഇവനെ സ്വല്പം ഉണ്ടെന്ന് അറിയാതെ ചുമ്മാ ഇരിപ്പണ്. കുടിക്കട്ടെ, നിന്നോടല്ലേ പറഞ്ഞു ഞാൻ സ്വല്പം കുടിക്കട്ടെ. ഇവനെയാണോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകേണ്ടത്? ഇന്നലെ വരെ തല്ലുകൂടി നടന്നു എന്നേ കേട്ടിട്ടുണ്ട്. ഇന്ന് കള്ളും പെണ്ണുമായി. ഇങ്ങനൊരു മകൻ ഇല്ലെന്ന് വെക്കുകയാണ് നല്ലത്. ഞാൻ പോട്ടെ. എന്നാ ശരി, നീ പോ. ഞാൻ കൂട്ടിന് വരണോ? വേണ്ട. ശരി, പോ.